ഇവിടെ ഒരു കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം. ആ ശ്രദ്ധയെന്ന് പറയുന്നത്, ഷാജാൻ സാറേ വളരെ ശ്രദ്ധിച്ചു കേട്ടോ, ഷെജീറിനെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു. എന്ത് കാര്യം ഏൽപ്പിക്കുന്നേ? സാറ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം മോനെ ഏൽപ്പിക്കുക, മോനെ ഇന്നോട്ട് നീ ഇത് ചെയ്തോണം. അവനത് ചെയ്യുന്നു. ആദ്യമൊക്കെ കുറേ തെറ്റുകൾ വരുന്നു, പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഒരു കാര്യം, 80% ഡൺ ബൈ someone else is 100% awesome. ഷാജഹാൻ സാറ് ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യത്തിൻ്റെ അത് 100%. ഷാജഹാൻ സാറ് ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട്, അത് ഷെജീർ 80% ഓക്കെ ആയിട്ട് ചെയ്യുന്നു എങ്കിൽ കൺസിഡർ ഇറ്റ് ആസ് ഓസം. കാരണം ഇത് ഷാജഹാൻ സാറിൻ്റെ ബ്രില്യൻസ് ആയതുകൊണ്ട് അത് അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ സെയിൽസ് ക്ലോസ് ചെയ്യുന്നു, ഞാൻ ക്ലോസ് ചെയ്യുന്നത് 10 പേര് വിളിച്ചാൽ 10 ഞാൻ ക്ലോസ് ചെയ്യും. പക്ഷെ അഖില് 10 8 ക്ലോസ് ചെയ്യത്തുള്ളൂ, 2 പോകും. ആ പോയതങ്ങ് കണ്ണടച്ചേക്കണം. കാരണം എന്താ? 80% ഡൺ ബൈ someone else is 100% awesome. 8 പറ്റിയല്ലോ അവന്, അതാണ് ഏറ്റവും മികച്ചത്. ആ 8 അവനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധ. 10 നോക്കരുത്. ഈ 10 10 നോക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. എല്ലാം വേണ്ടുന്ന 80% ഡൺ ബൈ someone else is 100% awesome. ഞാൻ വണ്ടി ഓടിക്കുന്ന അത്രയും സേഫ് ആയിട്ടായിരിക്കത്തില്ല എൻ്റെ ഡ്രൈവർ ഓടിക്കുന്നത്, അത്രയും കെയർഫുൾ ആയിരിക്കത്തില്ല. കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. വർഷത്തിൽ 2 തട്ടൊക്കെ തട്ടുമായിരിക്കും, കണ്ണടയ്ക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. 80% വണ്ടിക്കും പ്രശ്നമൊന്നുമില്ല, നമുക്കും പറ്റിയില്ല. അതിൻ്റെ സൈഡൊന്ന് പോറി, അതിൻ്റെ സൈഡ് മിററൊന്ന് പൊട്ടി, പ്രശ്നമില്ല. 80% ഓക്കെയാണ്, 100% awesome. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറിയാലുണ്ടല്ലോ ബ്യൂട്ടിഫുള്ളാണ്. ഈ 100% എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ പോലെ തന്നെ, അതൊന്ന് എഴുതിക്കോ, ബിസിനസ്സിലെ ഏറ്റവും വലിയ നടക്കാത്ത സ്വപ്നം എന്നെ പോലെ ഒരാളെ കിട്ടും എന്നുള്ളത്. സോ ഡോണ്ട് എയിം ഫോർ 100% പെർഫെക്ഷൻ. 100% പെർഫെക്ഷന് ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. ഇൻസ്റ്റെഡ് ഷൂട്ട് ഫോർ 80%. ഈ 100 ആക്കാൻ നോക്കുന്നതാ പ്രശ്നം. 80% is 100% awesome.